അപ്പം ബേസ് ചക്രയിൽ ഒന്നുകൂടെ പോവുകയാണ് നമ്മൾ. ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടറാണ്. ഇപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ ചുമ്മെങ്കിലും പറഞ്ഞതാണ്, നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ തന്നെ ഫുഡ് വരുള്ളൂ. സെക്യൂരിറ്റി സെയിം അല്ലേ? സെക്യൂരിറ്റി ത്രെറ്റ് എന്നുള്ള കണ്ടീഷൻ വന്നാൽ പോയി. അപ്പം അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ജീവൻ അപകടത്തിലാകുക എന്ന് പോകും. അവിടെ തന്നെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവനുമായിട്ടാണ്. ജീവൻ അപകടത്തിലാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം സാനിറ്റി പോകും. പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള അറിയാൻ പറ്റില്ല. സാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിനായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ സെയിനായിട്ട് കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ അകത്തുള്ള ആൾറെഡി പഴയ കഥകളും എക്സ്പീരിയൻസുകളും ഇൻപുട്സും ഒക്കെ കിടക്കുന്ന സാധനത്തിനെ എല്ലാം കൂടെ എടുത്ത് ഈ സിറ്റുവേഷനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ ആൾട്ടേർഡായിട്ട് അതിനെ മനസ്സിലാക്കും. കാണുന്ന സാഹചര്യം കാണുന്ന പോലെയല്ല മനസ്സിലാക്കുന്നത്. ഈ പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആൾട്ടർ ചെയ്ത് മനസ്സിലാകും. ആ സിറ്റുവേഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കുന്ന ഇങ്ങനെ വന്നേക്കാം അല്ലേ? അതാണ് നമ്മുടെ ട്രെയിനിങ്. നീ പഠിച്ചില്ലെങ്കിൽ നീ അവസാനം ദണ്ഡിയായി പോകുന്നത്. അതുകൊണ്ട് വല്ല പഠിയെന്ന് വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്ത് ഇതുണ്ട്. നീ ദണ്ഡിയായി പോകുമെന്നാണ് പറയുന്നത്. നീ പഠിച്ചില്ലെങ്കിൽ നീ പോയി, എൻ്റെ കാര്യം തൊലഞ്ഞു പോവും. തൊലഞ്ഞൊന്നും പോകത്തില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും, ആഹാരമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർവൈവ് ചെയ്യും. പക്ഷെ പഠിപ്പിക്കുന്ന ഈ ഫിയറാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ എൻകൾച്ചറൈസേഷൻ, നമ്മൾ ഈ കൾച്ചറിനകത്തോട്ട് നമ്മളെ പെടുത്തി കൊണ്ടുവരുമല്ലോ നമ്മൾ കുട്ടിയായിരിക്കുന്ന കാലത്ത്. ആ കൊണ്ടുവരുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. എല്ലാത്തിനകത്തും ഇതുണ്ട്. നല്ല കുട്ടിയായിരിക്കണം. എന്താണ് ഈ നല്ല കുട്ടി എന്ന് പറഞ്ഞ് തരാൻ നന്മയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പേരൻസൊന്നും ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കുട്ടിയായിരിക്കണമെന്നും പറഞ്ഞിട്ട് എന്താണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാതെ ഇവരെ അങ്ങോട്ട് നല്ല കുട്ടിയാക്കാൻ ഒരു പിടിയില്ലാത്തൊരു സ്ഥലത്തേക്ക് തള്ളിവിടും. പിന്നെ അവർ ചെയ്യുന്നത് തന്നെ നല്ലത്. അങ്ങനെ എല്ലാവരും കൂടെ പഠിപ്പിച്ചാണ് ഈ ലോകം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അത് നോക്കിക്കൊണ്ടാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ നോക്കി മനസ്സിലാക്കണം. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വളർത്തിയതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. റിലാക്സ്ഡായിട്ടിരിക്കാൻ ഒക്കത്തില്ല. എല്ലാം നമ്മൾ ഈ എൽഡേഴ്സിൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് അടുത്ത തലമുറ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവർ ചെയ്ത പോളിസും പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനിയുള്ള തലമുറ അങ്ങനെ തന്നെ ചെയ്യുമെന്നും, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പോലെ തന്നെ കുഴപ്പക്കാരനാകുമെന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പിള്ളേർ പഠിച്ച് നന്നാവണമെന്ന് ആണ്. നമ്മൾ പഠിച്ചത് തോറ്റ് പഠിച്ചു നന്നായില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ നന്നായി വരണമെന്ന്. ശരിയല്ലേ? ടീച്ചറാണല്ലോ. ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാം. ഈ മാഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാഡായിട്ട് നിൽക്കുന്ന ഒരിതാണ്. എന്നിട്ട് എല്ലാവരും നല്ല വേഷമൊക്കെ ഇട്ട് നല്ല കണ്ണാടിയൊക്കെ വെച്ച് നല്ല സന്തോഷമായിട്ട് നമ്മളങ്ങ് ഇരിക്കും. അകത്ത് എല്ലാം അൺസെറ്റിൽഡായിട്ട് കിടക്കുകയായിരിക്കും. ഒരിടത്തും ഫിക്സ് ചെയ്യാൻ പറ്റാതെ കിടക്കുകയായിരിക്കും. അങ്ങനെ കിടക്കുന്ന നമുക്ക് ഒരു നല്ല ലോകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ലോകം പുറത്തും ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് അതിനകത്തുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഈ നോക്കി മനസ്സിലാക്കൽ പ്രധാനമാണ് എന്ന് പറയുന്നത്. ആ നോക്കി മനസ്സിലാക്കാനുള്ള സ്കീമാണ്, പല സ്കീമുകളിൽ ഒരു സ്കീമാണ് ഈ കുണ്ടലിനി യോഗത്തിൻ്റെ സ്കീം. ഒരു പക്ഷേ ആളുകൾ അങ്ങനെ പറയുന്നുണ്ടാവില്ല. നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ഡീപ്പായിട്ട് നോക്കി മനസ്സിലാക്കി. ഞാൻ വർഷങ്ങളായിട്ട് അതിനകത്ത് നോക്കുക എന്താ എൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് തെളിഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പം ഇതൊക്കെ നോക്കാൻ തുടങ്ങുമ്പോൾ പവർ കിട്ടുമോ ഇല്ലെന്നല്ലേ നോക്കണം പല ആളുകളും. കുണ്ടലിനി യോഗത്തിൽ ഇറങ്ങി പവർ കിട്ടും പെട്ടെന്ന് നമുക്ക് നിൽക്കുന്നതിനൊക്കെ പൊക്കി ആകാശത്തെത്താം. 2 കാലിൽ ഭൂമിയിൽ നിൽക്കുന്നതിനെ പൊക്കിയൊക്കെ നിർത്തി കൊടുത്താൽ അവ അവിടെ നിൽക്കും. അവൻ മനസ്സിലാക്കുമെന്നാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുരു പറയാറുണ്ട്, ഈ ലോകം മുഴുവൻ നശിച്ച് വൃത്തികേടായി കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പവർ ആർജിക്കണം. എന്തിനാണ്? ഇവൻ ദുഷ്ടനെയും നീചനെയും പിന്നെ ഒരു വാക്കുകൂടെ പറയും, അങ്ങനെ ഉള്ളവനെ ആകാശത്ത് പൊക്കി നിർത്തണം.
ഇവിടുത്തെ ഏറ്റവും വലിയ ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചാൽ അവനെ പിടിക്കാൻ പറ്റരുത്. അതിൻ്റെ മുകളിലോട്ട് കയറ്റി നിർത്തണം. നിർത്തിയിട്ട് ആഹാരം അവിടെ കൊടുത്തോളണം. ഇവൻ അവിടെ നിന്നിട്ട് നാട്ടുകാർ മൊത്തത്തിൽ കാണണം ഇവനാണ് ആളെന്ന്. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അതിനുള്ള സിദ്ധി ആർജിച്ചോളാം. എല്ലാവരും കണ്ടാൽ മതി, പിന്നെ അവിടെ നിൽക്കുമല്ലോ. അങ്ങനെ കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ താഴോട്ട് ഇറക്കി വെച്ചാൽ ചിലപ്പോൾ ഒരു വ്യത്യാസം. അതിനുള്ള സിദ്ധി ആർജിക്കണം. നമ്മളെ പൊക്കി നിൽക്കാൻ പറ്റാത്ത നമ്മളിനും ആളുകളെ പൊക്കി നിർത്താനാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമാണ്. ഈ സെൽഫ് സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പം നമ്മൾ ഇത് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന കാര്യമേ അല്ല. ഇതാണ് എൻ്റെ കീ പോയിൻറ്റ്. അനലൈസ് ചെയ്തല്ല സെൽഫ് സ്റ്റഡി നടക്കുന്നത്. ഈ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് നോംസിലെ റൈറ്റ് ആൻഡ് റോങ്ങിന് കൺഫേം ചെയ്യുന്നതല്ല സ്പിരിച്വൽ സ്റ്റഡി എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ്ഡാണ്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ തോന്നിക്കും. ഈ റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേഷൻ നടത്തി നമ്മൾ റൈറ്റ് കണ്ടുപിടിച്ച് റൈറ്റുമായി കൺഫേം ചെയ്യുക എന്നാണ് നമ്മുടെ ടീച്ചിങ്സ് എല്ലാം കിടക്കുന്നത്, അല്ലേ? സത്യധർമ്മങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. ആരും കണ്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഈ സത്യധർമ്മങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. ഞാൻ കുട്ടിക്കാലത്തെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 77 വയസ്സായി. ഈ കാലത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഈ റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേഷനായിട്ട് നടന്നാൽ നിങ്ങൾ ഒരിടവും എത്തത്തില്ല, നിങ്ങൾ കുടിയിൽ തന്നെ ചാടിക്കൊണ്ടിരിക്കും. സോഷ്യൽ ഓർഡർ നിലനിർത്തുന്നതിന് വേണ്ടി ഇത് പരമപ്രധാനമാണ്. നിങ്ങളുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത് നിങ്ങളുടെ അകത്തുള്ള കാംനെസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ആ കാംനെസ് പോവും. അതുകൊണ്ട് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഓരോന്നായിട്ട് നമ്മൾ നോക്കി മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ഈ റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിനപ്പുറം വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മെഡിറ്റേറ്റീവ് പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് എടുത്തിട്ട് ആ ഓബ്ജക്റ്റുമായിട്ട് നമ്മൾ ലയിച്ച് നിൽക്കുക. വേറെ ഒന്നും എടുക്കാതെ അത് മാത്രമായിട്ട് എടുത്തിട്ട് നിൽക്കുക. അങ്ങനെ അതെടുത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന റൈറ്റ് ആൻഡ് റോങ്, ഇത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇത് ഇപ്പം ഇങ്ങനെ ഞാൻ ശ്വാസം വലിച്ചാൽ കൊള്ളാമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, പറയാൻ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഈ ബിലീഫൊക്കെ വരുന്നത്. ഒരാൾ പറയാനുണ്ട്, അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെ അനുഭവം അത് തെളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ റൈറ്റ് ആൻഡ് റോങ് ഡിസ്ക്രിമിനേഷനെ ബേസ് ചെയ്തിട്ടാണോ, അതോ അതുമായി നമ്മൾ കൺഫേം ചെയ്ത് അതിൽ ലയിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഇൻറ്റഗ്രേഷനിൽ കൂടെ നടക്കുകയുള്ളൂ. സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയുന്നത്. സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഈ ഇൻറ്റഗ്രേഷനൊന്നും വേണ്ട. ഒരു കാര്യത്തിനെ കണ്ട് അതുമായിട്ട് നമ്മൾ ലയിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മറന്നുപോകും. ആ ഓബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ എന്താണോ അത് തന്നെ മാത്രമേ ഉള്ളൂ മനസ്സിൽ. അപ്പോൾ ആ ഡിസ്ക്രിമിനേറ്റീവ് പ്രോഗ്രാം അവിടെ ഷട്ട് ഡൗൺ ചെയ്യും. ഡിസ്ക്രിമിനേറ്റീവ് പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആൻഡ് റോങ് ഒന്നുമില്ല, നമ്മൾ ഈ സാധനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ചിന്തയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതായി മാറുകയാണ്. മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, അതിനാണ് ഇതായി മാറുന്നതെന്ന് പറയും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബേർഡനൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് ഷെഡ് ഓഫ് ആവുകയും ഈ കാര്യം മാത്രം റിയാലിറ്റി ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് ആ റിഫൈൻഡ് ഇമോഷൻ എന്ന് പറയുന്ന ഡിവോഷൻ. അപ്പോൾ ആ ഡിവോഷനിൽ നമ്മൾ ആ പ്ലാനിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നത്. ഡിവോഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഹയർ തലമാണ്, അല്ലെങ്കിൽ ഡിവോഷൻ്റെ ഒരു ഹയർ തലമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷൻസ് നമ്മളിലേക്ക് നിറയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സറണ്ടറൊക്കെ സംഭവിക്കും. അനാദിയായിട്ട് ഇവിടെ നിൽക്കാൻ ഈ ഫോം നിലനിർത്താൻ നമുക്ക് സാധ്യതയൊന്നുമില്ല. ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അത് കഴിയുമ്പോൾ ഈ സാധനം പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ പോകാൻ നിൽക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒക്കാത്തൊരു കാര്യമാണ്.
പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കണ്ട ആളുകളെല്ലാം പോയിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും പോകും, അവരും പോകും. വേറെ മാർഗമൊന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ആസ്പെക്റ്റിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതെന്താണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രാക്ടീസിനെ ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ റൈറ്റ് റോങ് ഡിസ്ക്രിമിനേഷനേ അല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട്